പള്ളിച്ചട്ടമ്പി കണ്ടു. ഭയങ്കര ഒരു ഓക്കേഷ് ആയിട്ടുള്ള ഒരു ആവറേജ് പടം. ഈ സിനിമയുടെ ഒരു വലിയ പ്രശ്നം ഇത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റുമാണ് സിനിമയ്ക്കുള്ളത്. ഭയങ്കര ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലം മുമ്പ് ഇറങ്ങേണ്ട ഒരു സാധനമായിട്ട് നമുക്ക് തോന്നും. ഇത്രയും ഇവർ ഈ ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്ങിലും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സ്കെയിലൊക്കെ കുറേ പണിപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പഴയകാലം ഒരു 1950s ഒക്കെ ഉണ്ടാക്കാനും അതൊക്കെ നന്നായിട്ട് സിനിമയിൽ ആർട്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. അതിന് അത്രയും ചിലവാക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെടുമ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റും കൂടി ആദ്യം നോക്കണമായിരുന്നു. ആ പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ട് വേണമായിരുന്നു ഈ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ. കാരണം ഭയങ്കര ജനറിക്കാണ് ഈ പടം. ജനറിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സീൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് നേരത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ഓഫ് ഓഡിയൻസിനെ ഒരു തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സാധനമല്ല. ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് പല സമയത്ത് സിനിമകളിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് സിനിമയിൽ ടോവിനോയുടെ ബാക്കിയുള്ള പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമില്ലെങ്കിലും ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും ഭയങ്കര ഇങ്ങനെ വീക്കായതുകൊണ്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് എവിടെയും കിട്ടില്ല. ഒരു എനർജി എവിടെ സിനിമയിൽ ഫീൽ ചെയ്യില്ല. ഒരു സീനിൽ പോലും സിനിമയിൽ ലിറ്ററലി ഒരു സീനിൽ പോലും ക്രൗഡൊന്ന് ക്ലാപ്പ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഓളിയിടുന്നതായിട്ടോ നമുക്കൊന്ന് ഫീൽ ചെയ്യില്ല. കാരണം സിനിമയിൽ അങ്ങനെ ഒരു എനർജി ഇല്ല. സിനിമയിൽ അവർ കുറേ സാധനങ്ങൾ മാസം കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ ഈവൻ ഇൻട്രോ അടക്കം ഭയങ്കര എനിക്ക് വീക്കായിട്ട് തോന്നി. ഞാൻ സിനിമയിൽ ഒരു പ്രോപ്പർ അല്ല, ബാക്കി എല്ലാം പോട്ടെ, ഈ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ഒക്കെ പോട്ടെ, നല്ല ആക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ഈ സിനിമ കുറേയും കൂടി ഭയങ്കര ഒരു എനർജറ്റിക്കായി മാറി. ഞാൻ അറ്റ്ലീസ്റ്റ് ആക്ഷൻ കാണാൻ വേണ്ടിയെങ്കിൽ ഈ സിനിമ കാണാമെന്ന് പറയാൻ തോന്നി. ഇതിലെ ആക്ഷൻ ഭയങ്കര വീക്കാണ്. ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ കാലത്തെ ആൾക്കാരാണ്, പഴയ കാലഘട്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പടവും പഴയതാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പടം പുതിയ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ വേണ്ടി എടുക്കാൻ ഇത് ഇത്രയും നല്ല ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സൊക്കെ നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഈവൻ നമ്മൾ മലയാളത്തിൽ തന്നെ എത്ര നല്ല കിണ്ണം കാച്ച ആക്ഷൻ പടങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള സമയത്താണ് ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ വളരെ ക്ലീഷേഡ് എന്ന് പറഞ്ഞാൽ പഴയ സിനിമയിൽ നമ്മൾ കാണില്ല ആ രീതിയിലുള്ള. ഇതിന് ക്യാമറ വർക്കുകളിലൊക്കെ കുറേ സാധനങ്ങൾ ഇവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആക്ഷൻ ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നി. അറ്റ്ലീസ്റ്റ് ഈ ആക്ഷൻ നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നെങ്കിൽ സിനിമ കുറേ കൂടി എൻഗേജിങ് ആയിരുന്നു. ഇതിലൊരു നല്ലൊരു ക്യാമിയോ ഉണ്ട്. അതിനും വലിയ ഇമ്പാക്റ്റ് ഇല്ലാത്ത പോലെ സിനിമ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് അതും അധികം ചർച്ച ചെയ്യാതെ അതും പോവും. കൈഡു ലോഹറിൻ്റെ ഡബ്ബിങ് വളരെ മോശം. ലിപ്സിങ്ങൊന്നും പ്രോപ്പറായിട്ട് വരുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്, വേറെ ആരെയോ കൊണ്ട് ഡബ് ചെയ്ത പോലെ. എനിക്കൊരു ഭയങ്കര ആവറേജായ എന്നാൽ വലിയ പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഊക്കാൻ പറ്റിയ സാധനമാണെന്ന് ചോദിച്ചാൽ അതല്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കില്ല. നമ്മൾ കുറേ കാലം മുമ്പ് ഇറങ്ങിയ ഒരു പടം കണ്ട പോലെ ഒരു ഫീൽ, പഴയ ഒരു പടം കണ്ട പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കഥ പഴയതായതുകൊണ്ടല്ല, പടം പഴകിപ്പോയ പോലെ ഒരു ഫീലുണ്ട്. എനിക്ക് പേഴ്സണലി വലിയ സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഈ പടം കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.